അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദറും ബദരീങ്ങളുമൊന്നും മറന്നവരും മറക്കുന്നവരുമല്ല മുസ്ലിമീങ്ങൾ. ബദരീങ്ങളോട് സ്നേഹമില്ലാത്തവരുമല്ല. ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് അവർ ഏതൊരു ആദർശത്തിനു വേണ്ടിയാണോ പോരാടിയത് ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടാകണം എന്നുള്ളതാണ് സത്യം. നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കൂ. ബദറിൽ പങ്കെടുത്ത മനുഷ്യർ പിന്നെയും കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. ബദറിൽ മരണപ്പെട്ട ഒരുപാട് ഷഹീദുകളുമുണ്ട്. അവിടെയൊക്കെ ഗൗരവമായി ചിന്തിക്കാനുള്ള വിഷയം, ഇവിടെ കുറേ മനുഷ്യർ ദാരിദ്ര്യം മാറാൻ വേണ്ടി ബദർ മൗലിദിൽ അഭയം തേടുന്നുണ്ട്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ പ്രവാചകൻ്റെ പടയങ്കി വിശപ്പ് കാരണം ജൂതൻ്റെ വീട്ടിൽ പണയത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ബദരീങ്ങളായിരുന്ന മിസ്അബ് റളിയല്ലാഹു പോലെയുള്ള മനുഷ്യർ ലോകത്തിന് വിട പറയുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായെന്ന് മനസ്സിലാക്കണം. പല മനുഷ്യരും പ്ലേഗ് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. രോഗം മാറാൻ പോലും ബദർ മൗലിദ് ചൊല്ലുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതേ ബദരീങ്ങൾ രോഗം വന്ന് മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള സത്യവും കൂടെ ഗൗരവമായി മനസ്സിലാക്കണം. അബൂജഹൽ ബദറിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, റസൂൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോടാണ്. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു അറിയോ? റസൂൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ കളങ്കമില്ലാതെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾക്ക് സാധ്യമാകുമ്പോഴാണ് നമ്മൾ ബദരീങ്ങൾ ജീവിച്ച ഏതൊരു സ്വർഗത്തിന് വേണ്ടിയാണോ ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.